بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ബൈത്തിൽ നമ്മൾ പറഞ്ഞു, ജിന്നുക്കളുടെ സംസാരത്തിൽ നിന്നിട്ടും ഷാമിൽ പുറപ്പെട്ട ആ പ്രകാശത്തിൽ നിന്നിട്ടും സത്യം വെളിവായി എന്ന് പറഞ്ഞു. ആ സത്യം വെളിപ്പെട്ടതിന് ശേഷവും പേർഷ്യക്കാർ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്നൊരു ചോദ്യം അവിടെ ഒരാൾ ചോദിക്കും പോലെയുണ്ട്. അപ്പോൾ അവിടുത്തെ പേർഷ്യക്കാർ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് കവി പാടുകയാണ്. അവർ കണ്ണു കുരുടയായിരിക്കുന്നു, വസമ്മു അവർ ചെവിട് പൊട്ടന്മാരായിരിക്കുന്നു. അവർക്ക് കണ്ണ് കാണുന്നില്ല, ചെവിട് കേൾക്കുന്നില്ല. ഫഈലാനുൽ ബശായിരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഇവിടെ വിരൽ കൊണ്ട് തന്നെ സന്തോഷ വാർത്ത, ആ സന്തോഷ വാർത്തകളെ പരസ്യപ്പെടുത്തൽ ലം തുസ്മ, അതിന് കേൾക്കപ്പെടുന്നില്ല. ബാരിക്കത്തുൽ ഇൻദാരി, അവിടുത്തെ ആ പ്രസവം കൊണ്ട് തന്നെയുള്ള മുന്നറിയിപ്പ്, ആ മുന്നറിയിപ്പിൻ്റെ പ്രകാശങ്ങളും അതും ലം തുഷമി, അത് കാണപ്പെടുകയും ഇല്ല. അതായത് അവർക്ക് സന്തോഷ വാർത്ത വന്നു, പ്രത്യക്ഷപ്പെട്ടു, പക്ഷേ അവർക്ക് കബൂലിയത്താകുന്നതായ ആ കേൾവി അവർ കേൾക്കുന്നില്ല, സ്വീകാര്യമായ കേൾവി അവർ കേൾക്കുന്നില്ല. അപ്പം കേൾക്കാത്തത് പോലെയാണ്. മുന്നറിയിപ്പാകുന്ന പ്രകാശം വന്നപ്പോഴും അവർക്ക് കാണാൻ കഴിയുന്നില്ല ആ പ്രകാശത്തിനെ. സ്വീകാര്യമായ കാഴ്ച അവർക്കില്ല, സ്വീകരിക്കാനുള്ള കാഴ്ചയില്ല. അതുകൊണ്ടാണ് അവർ കണ്ണ് കുരുട് ആയത് എന്ന് പറഞ്ഞത്. من بعد ما أخبر الأقوام كاهنهم بأن دينهم المعوج لم يقم. എപ്പോഴാണ് അവർക്ക് കണ്ണുകുരുടും കാഴ്ചയും ഉണ്ടായത്? മിംബഅദി മാ അഖ്ബറ, വർത്തമാനം പറഞ്ഞതിൻ്റെ ശേഷം, അൽ അഖ്വാമ, അവിടുത്തെ വിഭാഗങ്ങളോട്. ആരാ വർത്തമാനം പറഞ്ഞത്? കാഹിനും, അവരുടെ ജ്യോതിഷ്യന്മാർ അവരോട് വർത്തമാനം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ബി അന്ന ദീനഹും, തീർച്ചയായിട്ടും അവരുടെ മതം അൽ മുഅവജ്ജ, സത്യത്തിന് തൊട്ട് വളഞ്ഞിട്ടുള്ള തെറ്റിയതായ ആ വളക്കപ്പെട്ട ആ മതം ലം യക്കുമി, അത് നിലകൊള്ളുന്നില്ല, അത് നിത്യമാവുകയില്ല, അത് നശിച്ചു പോകും എന്നതുകൊണ്ട് അവിടുത്തെ ആ കാഹിനീങ്ങൾ അവരോട് വർത്തമാനം പറഞ്ഞതിന് ശേഷവും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല അവർ കണ്ടതിന് ശേഷവും, എവിടെ? ഫിൽ ഉഫുഖ്, ആകാശത്തിൻ്റെ ആ ഭാഗങ്ങളിൽ. എന്താ കണ്ടത്? മിൻ ഷുഹുബിൻ മുൻഖല്ലത്തിൻ, കഴിഞ്ഞു വീണുന്നതായ, ഉതിർന്നു വീഴുന്ന, ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ചെങ്കോലുകൾ. ആ ചെങ്കോലുകളാണ് ഏതുപോലെ? വഫ്കമാഫിൽ അർളി, ഭൂമിയിലുള്ള ഒന്നിനോട് യോജിച്ചതിൻ്റെ മേൽ. ആ ഭൂമിയിലുള്ളത് മിൻ സനമിൻ, ബിംബങ്ങളാൽ. എന്താണ് ഇവിടെ പറഞ്ഞത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ആകാശത്തിൽ കട്ടി കേൾക്കാൻ ശൈത്താന്മാർക്ക് അനുവാദനമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കട്ടി കേൾക്കുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. സയ്യിദുന ഈസാ നബി അലൈഹി ഇസ്ലാം ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പ്രസവിക്കപ്പെട്ടപ്പോൾ, അവിടെ 3 ആകാശത്തിൽ നിന്ന് അവർക്ക് തടസ്സം ഉണ്ടായിരുന്നു. അതായത് മലക്കുകൾ ലോകത്തിന് സംഭവങ്ങൾ പേന കൊണ്ട് അവിടുത്തെ കലമ കൊണ്ട് എഴുതപ്പെടുമ്പോൾ അതിൻ്റെ ശബ്ദങ്ങൾ, അവിടുത്തെ സംസാരങ്ങൾ കട്ട് കേട്ട് ഇവിടെ ജ്യോതിഷന്മാർക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പും അതേപോലെ തന്നെ ഈസ നബി അലൈഹി ഇസ്ലാമിനൊക്കെ മുമ്പും ശൈത്താന്മാർക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ലോകത്ത്, ദുനിയാവാകുന്ന ലോകത്ത് വന്ന് അവർ പറയുകയും ചെയ്യും, ഈ ഭൂമിയിൽ വന്ന് അവർ പറയുകയും ചെയ്യും. ഈസ നബി അലൈഹി ഇസ്ലാമിനെ പ്രസവിക്കപ്പെട്ടപ്പോൾ 3 ആകാശത്തിൽ നിന്ന് അവർക്ക് വിലക്കുണ്ടായിരുന്നു. അതായത് അവർക്ക് ചെങ്കൂല് കൊണ്ട്, തീപ്പൊരികളാകുന്ന ചെങ്കൂല് കൊണ്ട് അവർക്ക് എറിഞ്ഞ് അവരെ ആട്ടിയോടിക്കുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ അതിനേക്കാളും കൂടുതൽ ആകാശത്തിനെ കാക്കാൻ വേണ്ടി കാവലുണ്ടായിരുന്നു. അതായത് 3 ആകാശത്തിനേക്കാളും കൂടുതൽ, അതായത് മുഴുവനായിട്ടും 7 ആകാശം കൊണ്ടും അവർക്ക് തടയപ്പെടുകയും ചെയ്തു. അവർ വരുമ്പോൾ, കട്ട് കേൾക്കുമ്പോൾ അവർക്ക് ചെങ്കൂല കൊണ്ട് അവർക്ക് എറിയപ്പെടും. മാത്രമല്ല, റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടതിന് ശേഷം അവർ കട്ട് കേൾക്കുമായിരുന്നു. പക്ഷെ അത് ആകാശത്തിൽ നിന്നുള്ള അടുത്ത സ്ഥലത്തിരുന്നിട്ടാണ് അവർ കട്ട് കേൾക്കുന്നത്. അവർക്ക് മലക്കുകൾ എഴുതുന്ന കലമുകളുടെ ശബ്ദത്തിനെ കേൾക്കുന്ന രീതിയിലാണ് അവർ കേട്ടിരുന്നത്. അത് കേട്ട് അവർ പോയി ഈ ഭൂമിയിൽ എന്താക്കും, അവർ സംഭവങ്ങൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ അതും തടയപ്പെട്ടു. അങ്ങനെ ചെങ്കൂലുകൾ കൊണ്ട് തടയപ്പെട്ടു. ആ സമയത്ത് ഇതൊക്കെ അവർ ശത്രുക്കൾക്ക്, അതായത് കുഫാര്യങ്ങൾക്ക് ഇതൊക്കെ കാണുകയും ചെയ്യുന്നു. അതിൻ്റെ ശേഷവും അവർക്ക് കണ്ണുകുരുടായി, അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏതുപോലെ ദുനിയാവിലും ഭൂമിയിലും സംഭവിച്ച പല കാര്യങ്ങൾ, ബിംബങ്ങൾക്ക് എന്താണ്, വഫ്കമാഫിൽ അർലിമിൻ സനമിൻ, ഭൂമിയിലുള്ളതായ ബിംബങ്ങൾ പറയുമ്പോൾ അത് മരം കഷ്ണം കൊണ്ട് കൊത്തിയുണ്ടാക്കപ്പെട്ടതും മറ്റും കൊത്തിയുണ്ടാക്കപ്പെട്ട ബിംബങ്ങളാണ്, രൂപങ്ങളാണ്. അപ്പോൾ ആ ഭൂമിയിലുള്ളതായ ബിംബങ്ങൾ അവകളും തലകുത്തിനായി മറിഞ്ഞുകൊണ്ട് വീഴുകയും ചെയ്തിരുന്നു അവിടുത്തെ പ്രസവിക്കപ്പെട്ട ദിവസം. അതുപോലെ തന്നെ ആകാശത്തിലും സംഭവിച്ചിരുന്നു. ഈ ചെങ്കുല കൊണ്ട് കട്ട് കേൾക്കുന്ന ശൈത്താന്മാർക്ക് എറിയപ്പെടുന്നൊരു സംഭവം. അതൊക്കെ കണ്ടതിന് ശേഷവും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. അവരൊക്കെ കണ്ണുകളുടെ സ്വീകാര്യമായ കേൾവി കേൾക്കാൻ കൊണ്ട് കഴിയുന്നില്ല, സ്വീകാര്യമായ കാഴ്ച കാണാൻ അവർക്ക് കഴിയുന്നില്ല. ഏതുവരെ ഹത്താ ഗദാ അൻ തരീഖിൽ വഹീ മുൻഹസിമുൻ മിനശ്ശയാതിനി യഖഫ് ഇസ്മ മുൻഹസിമി. അങ്ങനെ ഹത്താ ഗദാ അൻ തരീഖിൽ വഹീൻ്റെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഖേന ലഭിക്കുന്നതായ സംസാരം, മറഞ്ഞതായ സംസാരം, അതാണ് വഹീ. ആ വഹീൻ്റെ വഴികളെ തൊട്ട് ആകുന്നവരെ, വഹീൻ്റെ വഴി ആകാശങ്ങളുടെ കവാടങ്ങളാണ്. ആ വഴികളെ തൊട്ട് മുൻഹസിമുൻ മിനശ്ശയാതീനി, ശൈത്താന്മാരിൽ നിന്നിട്ട് ഓടുന്നത് വരെ, അങ്ങനെ ഓടി യഖുഫു, അവർ പിന്തുടരുന്നു, ഇസ്റ മുൻഹസിമിൻ, ഓടുന്നവരുടെ പിന്നാലെ അവർ പിന്തുടരുന്നു. ഓരോ ശൈത്താന്മാരും മറ്റു ശൈത്താൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതായത് അവർക്ക് ആകാശ പ്രവേശനം നിഷേധിക്കുകയും അവസാനം പാടെ നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ ആകാശത്തിലേക്ക് ശൈത്താന്മാർ കട്ട് കേൾക്കാനുള്ള അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിലേക്ക് പ്രസവിക്കപ്പെട്ട ദിവസം മുതൽക്ക് തടയപ്പെട്ടു, നിഷേധിക്കപ്പെട്ടു എന്നൊരു സംഭവം, ഒരു മഹാ അത്ഭുതം അവിടെ നടന്നിരുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.